Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ 4 എക്സാംസും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ടിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. അതുമാത്രമല്ല ഓൺലൈനായിട്ടുള്ള കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലോട്ടാണ് കിടക്കേണ്ടത്. ഫസ്റ്റ് സെമസ്റ്റർ തന്നെ നമുക്ക് എക്സാം ആവാൻ കുറച്ച് ലേറ്റായി. ശരിക്കും ഈ ഒരു ടൈമിൽ 2 സെമസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് സെമസ്റ്ററിലുള്ളത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിലെ അസൈൻമെൻറ്റിൻ്റെ പ്രിപ്പറേഷൻസ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങളിലോട്ടൊക്കെ കടക്കണം എന്ന് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തതാണ്. കാരണം ഇത്രത്തോളം ഡിലേ ഇനി ഉണ്ടാവില്ല. സെക്കൻഡ് സെമസ്റ്ററിന് പെട്ടെന്ന് തന്നെയൊക്കെ അതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ സിലബസ് വൈസ് എന്താണ് അനാലിസിസ്, ദെൻ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom, BBA, MCom അതുപോലെ തന്നെ BA, MA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലുള്ള എല്ലാ സപ്പോർട്ടും ക്ലാസ്സസിൻ്റെ ആവട്ടെ അസൈൻമെൻറ്റിൻ്റെ ആവട്ടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ BCom സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ആദ്യം മേജർ ഡിസിപ്ലിൻ കോഴ്സ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബ്ലം പേപ്പറാണ്. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, സിലബസ് കാണാം. പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ പേപ്പറാണ്. ഒരുപാട് കുട്ടികൾക്ക് പലപ്പോഴും ഫെയിലിയർ വരാറുള്ളൊരു സബ്ജക്റ്റാണ് ലോ പേപ്പർ. നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഇംഗ്ലീഷാണ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. ദെൻ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ക്രിമിനോളജി ഉണ്ട്, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് ആദ്യം തന്നെ ഒന്ന് കാണാം. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പേപ്പർ, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബ്ലം പേപ്പറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. സോ നമുക്കിതിൽ പഠിക്കാനുള്ളത് പാർട്ട് A എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ ഏരിയ ആണ്. പിന്നെ പാർട്ട് B എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് പാർട്ട് എയിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് ആദ്യം വരുന്നത്. അതിലാദ്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ബേസിക്സ് ആണ്. ബിസിനസ് മാത്തമാറ്റിക്സ്, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ. ദെൻ ടൈം വാല്യൂ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ദെൻ അതിനുശേഷം മെട്രിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, മെട്രിക്സ് ഓപ്പറേഷൻസ്. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നു. അതിൽ ആവറേജസ് ആണ്, മാത്തമാറ്റിക്കൽ ആവറേജസ്, മീൻ, മീഡിയൻ, മോഡ്, പൊസിഷണൽ ആവറേജ്, മീഡിയൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡിസ്പേർഷൻ വരുന്നു, അതിൻ്റെ മെഷേഴ്സ് വരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ നെക്സ്റ്റ് കോറിലേഷൻ വരുന്നു. ദെൻ മെഷേഴ്സ് ഓഫ് കോറിലേഷൻ, SAക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. അതൊക്കെ റിഗ്രഷൻ വരുന്നു, അതിൻ്റെ മെഷേഴ്സ് വരുന്നു. പിന്നെ ബ്ലോക്ക് നമ്പർ 6 ഇൻഡെക്സ് നമ്പർ വരുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം പേപ്പറാണ്, നല്ല രീതിയിൽ പഠിക്കാനുണ്ട് ഈ ഒരു സബ്ജക്റ്റ്. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ സബ്ജക്റ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ലോ പേപ്പറിലോട്ട് കിടക്കാം. അഗെയിൻ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ട സബ്ജക്റ്റാണ് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ. ബിസിനസ് ലോയും കമ്പനി ലോയും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ടു മെർക്കന്റൈൽ ലോ, ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്, ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ലോ ഓഫ് ഏജൻസി, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കമ്പനീസ് ആക്ട് 2013. അപ്പോൾ അതിലാദ്യം
മെർക്കന്റൈൽ ലോൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ലോ ഓഫ് കോൺട്രാക്റ്റിനെ പറ്റിയിട്ട്, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, പെർഫോമൻസ് ആൻഡ് ടെർമിനേഷൻ ഓഫ് എ കോൺട്രാക്ട്, ബെയിൽമെൻറ്റ് എന്താണ്, പ്ലഡ്ജ് എന്താണ്, ഇതൊക്കെയാണ്. ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ കോൺട്രാക്ട് ഓഫ് ഏജൻസി, ടെർമിനേഷൻ ഓഫ് ഏജൻസി, പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. ലോ പേപ്പറും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റി ഏറ്റവും എഫേർട്ട് എടുക്കേണ്ട സബ്ജക്ട്സ് ആണ്. പഠിച്ചില്ലെങ്കിൽ ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രോബ്ലം പേപ്പറാണ് ആദ്യത്തെ പറഞ്ഞ. രണ്ടാമത്തെ തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ സാധാ തിയറി പേപ്പറല്ല, ഇത് ലോയാണ്. ഓക്കെ, അതുകൊണ്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം. നെക്സ്റ്റ് ലാംഗ്വേജ് ആണ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് പേപ്പറാണ്. ഇതിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലാദ്യം റീഡിങ്ങിൻ്റെ ഇഫക്റ്റീവ് സ്കിൽ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാർട്ട് 1, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാർട്ട് 2, പ്രാക്ടീസ് ഇതാണ്. അപ്പോൾ ആദ്യം റീഡിങ് ഇഫക്റ്റീവ് സ്കിൽ, അതിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ടു റീഡിങ്, ടൈപ്സ് ഓഫ് റീഡിങ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ റീഡിങ് കോംപ്രിഹെൻഷൻ, അനലൈസിങ് ലിറ്ററേച്ചർ, എസ്സേ ഉണ്ട്, അതിൽ ഷോർട്ട് സ്റ്റോറി പഠിക്കാനുണ്ട്, അബ്ദുൽ കലാമിൻ്റെ കാര്യങ്ങൾ, ദെൻ പോയട്രി ഉണ്ട്, ഷോർട്ട് സ്റ്റോറി ഉണ്ട്, അപ്പോൾ ദ ഓപ്പൺ വിൻഡോ, ദെൻ ബ്ലസ്ഡ് ഡാമോസൽ, ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ അതിൽ പാർട്ട് ഓഫ് സ്പീച്ചസ്, സെൻറ്റൻസസ്, കോൺകോഡ് ടെൻസസ്, പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാർട്ട് 2, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് ഗ്രാമറാണ്, സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ, കോമൺ എറേഴ്സ്, പ്രാക്ടീസ് റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജ്, അനലൈസിങ് ലിറ്ററേച്ചർ, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, പ്രിസൈസ്, എസ്സേ റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്. ഗ്രാമർ ഒരുപാടുണ്ട്. എഗെയിൻ ഇംഗ്ലീഷിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രശ്നം വരുന്നൊരു സബ്ജക്റ്റാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. കാരണം ഞാൻ പറഞ്ഞു ഗ്രാമർ നന്നായിട്ട് ഓൾറെഡി പഠിച്ചുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർ നന്നായിട്ട് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. ഓക്കെ, റൈറ്റിംഗ് ഉണ്ട്, എസ്സേ റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്, ഇതൊക്കെ. ഇനി നെക്സ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതിൽ ക്രിമിനോളജി ഒരു പേപ്പർ വരുന്നു, കുറച്ച് ഈ പറഞ്ഞ പോലെ ടഫാണ്. അതിനുശേഷം മെഷീൻ ലേണിംഗ് ഫോർ ഓൾ വരുന്നു, മറ്റൊരു സബ്ജക്റ്റ് മെഷീൻ ലേണിംഗ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ല പേപ്പർ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അത് സെലക്ട് ചെയ്യുക കേട്ടോ. നമ്മളാണെങ്കിലും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നല്ല സബ്ജക്റ്റാണ് സ്കോർ ചെയ്യാൻ. നമ്മളിതിൻ്റെ ഒക്കെ എക്സാം ട്യൂബ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ബുക്ക്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് അനാലിസിസ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതാണ് വരുന്നത്. അതാദ്യം ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് അനാലിസിസ് വരുന്നു. നെക്സ്റ്റ് വെബ്സൈറ്റ് പ്ലാനിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ, വെബ്സൈറ്റ് അനാലിസിസ് വരുന്നു. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇൻട്രൊഡക്ഷൻ ടു SEO, സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓവർവ്യൂ ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മോഡ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് സെമസ്റ്ററിലത്തെ സബ്ജക്ട്സ്. ഇതിനൊക്കെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ളത് ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സമയം കളയാനില്ല. ഞാൻ പറഞ്ഞു എല്ലാതും പെട്ടെന്നാവും, കാരണം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കാര്യങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ. പ്രോബ്ലം പേപ്പറും അതുപോലെ ലോ പേപ്പറും ഒക്കെ നമുക്ക് ടൈം എടുത്ത് പഠിച്ചാലേ കഴിയുള്ളൂ, ഒരുപാടുണ്ട്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.